ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ഉൾപ്പെട്ട പത്തനംതിട്ട കൊടുമണ്ണിലെ വിവാദ ഓട നിർമ്മാണം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. സ്ഥലം എംഎൽഎയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാറാണ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രതിനിധികളുടെയും യോഗം വിളിച്ചിരുന്നത്. പത്തനംതിട്ട കൊടുമണ്ണിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഈ ഭാഗത്ത് റോഡിന് വീതി കൂട്ടി നിർമ്മിക്കണമെന്ന് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശ്രീധരനും ആവശ്യപ്പെട്ടിരുന്നു. ഓട നിർമ്മാണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ സ്ഥലം എംഎൽഎയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രതിനിധികളുടെയും യോഗം അടൂരിൽ വിളിച്ചു ചേർത്തു. മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുൻവശം റോഡിന് വീതി കൂട്ടി ഓട നിർമ്മാണം നടത്തണമെന്ന് കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ ആവശ്യപ്പെട്ടു. ഈ ഭാഗം ഭാവിയിൽ ടൗൺഷിപ്പായി മാറാൻ സാധ്യതയുള്ളതിനാൽ റോഡിന് വീതി വേണമെന്ന ആവശ്യത്തിൽ കെ ശ്രീധരൻ ഉറച്ചുനിന്നു. അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയിട്ടില്ലെന്നും തർക്കമേഖലയിലെ ഓട നിർമ്മാണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ യോഗശേഷം അറിയിച്ചു. അലൈൻമെന്റ് നമുക്ക് മാറ്റാൻ കഴിയില്ല. അലൈൻമെന്റ് നേരത്തെ നാറ്റ്പാക്ക് എടുത്ത അലൈൻമെന്റ് ആണ്. അലൈൻമെന്റ് അനുസരിച്ചാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊടുമൺ ജംഗ്ഷൻ വന്നപ്പോൾ അവിടെ അലൈൻമെന്റ് മാറ്റണമെന്നുള്ള അഭിപ്രായം പഞ്ചായത്തിന് വന്നിട്ടുണ്ട്. പ്രദേശത്ത് നാളെ സർവേ നടത്തി പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിവരം ധരിപ്പിച്ച ശേഷം തുടർ നടപടിയിലേക്ക് പോകുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അറിയിച്ചു. വാഴവളപ്പടി പാലം മുതൽ പഴയ പോസ്റ്റ് ഓഫീസ് വരെ പുറമ്പോക്കുണ്ട് എന്നുള്ളതാണ് പുതിയ ഉയർന്നു വന്ന ഒരു ആക്ഷേപം. അതിന്റെ അടിസ്ഥാനത്തിൽ 19-ാം തീയതി രാവിലെ 10 മണിക്ക് അടൂർ LR തഹസീൽദാരുടെ നേതൃത്വത്തിൽ സർവേയർമാർ ഈ പറഞ്ഞ സ്ഥലത്ത് പുറമ്പോക്കുണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അളക്കുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. തന്റെ കെട്ടിടത്തിന് മുന്നിൽ റോഡിന് 13 മീറ്റർ വീതിയുണ്ടെന്നും അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.